വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയുടെ 9ാമത്തെ അധ്യായമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2011 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് ഷീറ്റ് ഈസ് എ ഡാഷ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2016 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. നമ്മളോട് താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒറ്റപ്പെടാനുള്ള കാരണം, ഓഡ് വൺ ആവാനുള്ള കാരണവും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ റെൻറ്റ്, ഓപ്ഷൻ ബി സാലറി, ഓപ്ഷൻ സി വേജസ്, ഓപ്ഷൻ ഡി ജനറൽ എക്സ്പെൻസ്. ഇതിൽ ഓഡ് വൺ ഏതാണ്? ഓപ്ഷൻ സി വേജസ് ആണ് ഇതിൽ ഒറ്റപ്പെട്ടത്. കാരണം വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസും ബാക്കിയുള്ള റെൻറ്റ്, സാലറി, ജനറൽ എക്സ്പെൻസ് അതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്, ബാക്കിയെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി വേജസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കാരണം വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ബാക്കിയുള്ളതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, റെൻറ്റ്, സാലറി, ജനറൽ എക്സ്പെൻസ് ഒക്കെ. അപ്പോൾ അതാണ് വേജസ് ഒറ്റപ്പെടാനുള്ള കാരണം, ഓഡ് വൺ ആവാനുള്ള കാരണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വേജസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യന് 2015 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ബീന സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ദ ഫോളോയിങ്. ബീന എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് കുറച്ച് അസറ്റുകൾ അദ്ദേഹം കൊണ്ടുവന്നു. ക്യാഷ് ₹20,000, ക്യാഷ് 20,000 രൂപ കൊണ്ടുവന്നു. ബിൽഡിംഗ് ₹1 lakh, 1 ലക്ഷം രൂപയുടെ മൂല്യമുള്ള ബിൽഡിംഗ് കൊണ്ടുവന്നു. ബാങ്ക് ബാലൻസ് ₹10,000, ബാങ്ക് ബാലൻസ് 10,000 ആയിരുന്നു. ഫർണിച്ചർ ₹8,000, 8,000 രൂപയുടെ ഫർണിച്ചർ കൊണ്ടുവന്നു. ഡെപ്റ്റേഴ്സ് ₹3,000, ഡെപ്റ്റേഴ്സ് 3,000 ഉണ്ട്. ഇത്രയും അസറ്റുകളാണ് ബീന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ഓപ്ഷൻ എ ക്ലാസിഫൈ ദി എബോവ് അസറ്റ്സ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡിങ്സ്. മുകളിൽ കുറച്ച് നമുക്ക് അസറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ക്യാഷ്, ബിൽഡിംഗ്, ബാങ്ക് ബാലൻസ്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്. ഈ അസറ്റുകളൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ, കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ്, തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കറണ്ട് അസറ്റും കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഫിക്സഡ് അസറ്റും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്? ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഡെപ്റ്റേഴ്സ് ഇവയൊക്കെ എന്താണ്? കറണ്ട് അസറ്റാണ്. ബിൽഡിംഗ്, ഫർണിച്ചർ ഇത് ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ അതാണ് ഓപ്ഷൻ എയുടെ ഉത്തരം. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? അസർട്ടൈൻ ഹിയർ ക്യാപിറ്റൽ. ബീനയുടെ ക്യാപിറ്റൽ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്തുക? നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ 3rd ചാപ്റ്ററിൽ അക്കൗണ്ടിങ് ഇക്വേഷനെ പറ്റി പഠിച്ചിരുന്നു. അതിൽ നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റി. അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. ഇവിടെ ബീനയ്ക്ക് ലാബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ബീനേൻ്റെ ലാബിലിറ്റി 0 ആണ്. അസറ്റ് എത്രയാണെന്ന് നോക്കിയാൽ മതി. അസറ്റ് ആയിരിക്കും ബീനയുടെ ക്യാപിറ്റൽ, കാരണം ലാബിലിറ്റി ഇല്ല. അസറ്റ് എത്രയാണ്? അസറ്റിൻ്റെ ടോട്ടലൊക്കെ ആഡ് ചെയ്യുക. ക്യാഷ് 20,000 കൂട്ടുക, ബിൽഡിംഗ് 1 ലക്ഷം ആഡ് ചെയ്യുക, ബാങ്ക് ബാലൻസ് 10,000 ആഡ് ചെയ്യുക, ഫർണിച്ചർ 8,000 ആഡ് ചെയ്യുക, ഡെപ്റ്റേഴ്സ് 3,000 ആഡ് ചെയ്യുക. അങ്ങനെ 20,000, 1 ലക്ഷം, 10,000, 8,000, 3,000 കൂട്ടുമ്പോൾ നമുക്ക് 1,41,000 എന്ന് കിട്ടും. അപ്പോൾ അസറ്റ്, ബീനയുടെ അസറ്റ് 1,40,000 ആണ്, ലാബിലിറ്റി ഇല്ല, ലാബിലിറ്റി 0 ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റി ആണ്.
1,41,000 നിന്ന് 0 കുറയ്ക്കുക. 1,41,000 നിന്ന് 0 കുറച്ചാൽ എത്ര തന്നെയാണ്? 1,41,000 ആണ്. അപ്പോൾ ബീനയുടെ ക്യാപിറ്റൽ എത്ര തന്നെയാണ്? 1,41,000. അതാണ് ഓപ്ഷൻ ബിയുടെ ഉത്തരം. ഓപ്ഷൻ സി എന്താ പറയുന്നത്? അറേഞ്ച് ദം ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ് ബൈ ആഡിങ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓഫ് യുവർ ചോയ്സ്. നമുക്ക് മുകളിൽ കുറച്ച് അസറ്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ അസറ്റുകളെ നമ്മൾ പെർമനൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഫിക്സഡ് അസറ്റ്, അതിനുശേഷം കറണ്ട് അസറ്റ്, ആ ഒരു ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കാണിക്കുന്നതിനോടൊപ്പം അതിനോടൊപ്പം നമ്മളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആഡിങ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓഫ് യുവർ ചോയ്സ്. നമ്മുടെ ചോയ്സിന്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് കാണിക്കുക. നമുക്ക് ഏത് ഇൻടാഞ്ചിബിൾ അസറ്റും ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ ആദ്യം ഗുഡ് വിൽ എന്ന് പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ് ഉൾപ്പെടുത്തി. അപ്പോൾ പെർമനൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഫിക്സഡ് അസറ്റ് കാണിക്കണം, അതിനുശേഷം കറണ്ട് അസറ്റ്. ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്, അഥവാ ഒരു ഫിക്സഡ് അസറ്റാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് വിൽ ആദ്യം കാണിക്കും. അതിനുശേഷം ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഫിക്സഡ് അസറ്റ് ഏതാണ്? ബിൽഡിങ്. ഗുഡ് വില്ല് കാണിച്ചതിന് ശേഷം ബിൽഡിങ് കാണിക്കും, അതിനുശേഷം ഫർണിച്ചർ കാണിക്കും, അതിനുശേഷമാണ് കറണ്ട് അസറ്റായ ഡെപ്റ്റേഴ്സും ബാങ്ക് ബാലൻസും ക്യാഷും ഞാൻ കാണിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്രമപ്രകാരം അറേഞ്ച് ചെയ്തതാണ് ഈ ഒരു പെർമനൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള അസറ്റുകൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2017 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇൻ എ ബാലൻസ് ഷീറ്റ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ബാലൻസ് ഷീറ്റിൽ അസറ്റുകളും ലയബിലിറ്റികളും കാണിക്കുന്നത് ഒരു പ്രത്യേക ക്രമപ്രകാരമാണ്. എന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം താഴെ നമുക്ക് 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം യൂസ്ഡ് ഫോർ അറേഞ്ചിങ് ദ ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ അസറ്റുകളും ലയബിലിറ്റിയും ക്രമപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷാലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷാലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ്. ഓപ്ഷൻ ബി, ഫൈൻഡ് ഔട്ട് ദി ഓർഡർ ഇൻ വിച്ച് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബാലൻസ് ഷീറ്റിലെ അസറ്റുകളും ലയബിലിറ്റികളും ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഓർഡർ ക്രമപ്രകാരമാണ്, ഏത് ക്രമപ്രകാരമാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് ബാലൻസ് ഷീറ്റിലെ അസറ്റുകളും ലയബിലിറ്റിയും അറേഞ്ച് ചെയ്യുക. ഒന്ന് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, 2 ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്. ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണെങ്കിൽ ആദ്യം കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കാണിക്കും, ഷോർട്ട് ടേം ലയബിലിറ്റിയും കാണിക്കും, അതിന് ശേഷമായിരിക്കും ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റിയും കാണിക്കുക. ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫിക്സഡ് അസറ്റും ലോങ് ടേം ലയബിലിറ്റി കാണിക്കും, അതിന് ശേഷം കറണ്ട് അസറ്റും ലോങ് ടേം ലയബിലിറ്റിയും കാണിക്കും, ഷോർട്ട് ടേം ലയബിലിറ്റിയും കാണിക്കും ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ നോക്കിയേ, അസറ്റ് സൈഡിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ്, സൺട്രി ഡെപ്റ്റേഴ്സ് തുടങ്ങിയ കറണ്ട് അസറ്റാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ് വിൽ എന്നൊക്കെ പറയുന്ന ഫിക്സഡ് അസറ്റ് കൊടുത്തിട്ടുള്ളത്. ലയബിലിറ്റി സൈഡിലേക്ക് നോക്കിയേ, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി അഥവാ ഷോർട്ട് ടേം ലയബിലിറ്റി ആദ്യം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ലോൺ ഫ്രം ബാങ്ക് അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന ഫിക്സഡ് ലയബിലിറ്റി അഥവാ ലോങ് ടേം ലയബിലിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാലൻസ് ഷീറ്റിൽ ആദ്യം കറണ്ട് അസറ്റും ഷോർട്ട് ടേം ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് ഈ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ ഫിക്സഡ് ലയബിലിറ്റി അഥവാ ലോങ് ടേം ലയബിലിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഓപ്ഷൻ ബിയുടെ ഉത്തരം, ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഓപ്ഷൻ സി, ഫൈൻഡ് ഔട്ട് ദി കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഫ്രം ദി ഗിവൺ ബാലൻസ് ഷീറ്റ്. നമുക്ക് ഈ കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും ടോട്ടൽ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കണ്ടെത്തി നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ 2 കറണ്ട് അസറ്റാണ് ഉൾപ്പെടുന്നത്. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, 2 സൺട്രി ഡെപ്റ്റേഴ്സ്. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ തുക 3000 ആണ്, സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ തുക 13000 ആണ്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എത്രയാണ്? 3000 + 13000. 3000 കൂട്ടിയാൽ 16000 എന്ന് കിട്ടും. ഇനി കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ. കറണ്ട് ലയബിലിറ്റീൻ്റെ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ 2 കറണ്ട് ലയബിലിറ്റിയാണ് ഉള്ളത്. ഒന്ന് സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ തുക 8000, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റിൻ്റെ തുക 4000. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ 8000 + 4000 12000 എന്ന് കിട്ടും. കറണ്ട് അസറ്റ് 16000ഉം കറണ്ട് ലയബിലിറ്റി 14000ഉം. അപ്പോൾ ഇത്രയും ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്.
റൈറ്റ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് റിട്ടേൺ ഇൻവേർഡ് ആൻഡ് റിട്ടേൺ ഔട്ട്വേർഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ, ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ റിട്ടേൺ ഇൻവേർഡും റിട്ടേൺ ഔട്ട്വേർഡും എവിടേക്കാണ് കാണിക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റിട്ടേൺ ഇൻവേർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെയിൽസ് റിട്ടേൺ, റിട്ടേൺ ഔട്ട്വേർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പർച്ചേസ് റിട്ടേൺ. റിട്ടേൺ ഇൻവേർഡ് അഥവാ സെയിൽസ് റിട്ടേൺ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും സെയിൽസിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യുക. റിട്ടേൺ ഔട്ട്വേർഡ് നമ്മൾ റിട്ടേൺ ഔട്ട്വേർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പർച്ചേസ് റിട്ടേൺ. റിട്ടേൺ ഔട്ട്വേർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്നും പർച്ചേസിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2013 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോർമുല. താഴെ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്, ഓപ്ഷൻ ബി സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്ഷൻ സി സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്ഷൻ ഡി സെയിൽസ് മൈനസ് പർച്ചേസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഓപ്ഷൻ എ ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പബ്ലിക് എക്സാമിനേഷന് ചോദിക്കാറുള്ളത്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളോട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട്, ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട്, വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മളോട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റുമാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുടെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് is equal to opening stock plus net purchase plus direct expense minus closing stock എന്നാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് is equal to opening stock plus net purchase plus direct expense minus closing stock എന്നാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2017 1/1/2017 കൊടുത്തിട്ടുള്ള സ്റ്റോക്ക് 60,000 രൂപ. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ₹60,000. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60,000 ആണ്. ഇനി അടുത്തത് നെറ്റ് പർച്ചേസ്. നെറ്റ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. നെറ്റ് പർച്ചേസ് നമ്മൾ കണ്ടെത്തണം. എങ്ങനെ നെറ്റ് പർച്ചേസ് നമ്മൾ കണ്ടെത്തുക? നെറ്റ് പർച്ചേസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് പർച്ചേസ് is equal to പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്നാണ് ഇക്വേഷൻ. നെറ്റ് പർച്ചേസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്നാണ് ഇക്വേഷൻ. പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പർച്ചേസ് കിട്ടും. ക്വസ്റ്റ്യനിൽ നമുക്ക് പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 3 lakh, 3 ലക്ഷമാണ് പർച്ചേസ്. പർച്ചേസ് റിട്ടേണും കൊടുത്തിട്ടുണ്ട്. 2000 ആണ് പർച്ചേസ് റിട്ടേൺ. അതായത് 3 ലക്ഷത്തിൽ നിന്ന് 2000 കുറച്ചാൽ നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടും. 3 ലക്ഷത്തിൽ നിന്ന് 2000 കുറച്ചാൽ എത്ര കിട്ടുക? 2,98,000 എന്ന് കിട്ടും. 2,98,000 എന്ന് കിട്ടും. നെറ്റ് പർച്ചേസ് നമുക്ക് 2,98,000 എന്ന് കിട്ടി. അപ്പൊ ഇക്വേഷനിക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടി. അതുപോലെ തന്നെ നെറ്റ് പർച്ചേസ് 2,98,000 ആണ് നമ്മൾ കണ്ടെത്തി. നെറ്റ് പർച്ചേസ് കണ്ടെത്താൻ നമ്മൾ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇനി അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? പർച്ചേസ് ഒഴികെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള പർച്ചേസ് ഒഴികെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും പർച്ചേസ് ഒഴികെ 3 എക്സ്പെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വേജസ്, കാരേജ് ഇൻവേർഡ്, സാലറീസ്. പർച്ചേസ് ഒഴികെ ഈ 3 എക്സ്പെൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 25,000. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് ഡയറക്റ്റ് എക്സ്പെൻസിൽ കൂട്ടൂല. ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് സാലറി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. സാലറി ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് സാലറി ഡയറക്റ്റ് എക്സ്പെൻസിൽ കൂട്ടൂല. അപ്പൊ പർച്ചേസ് ഒഴികെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ് ഈ ക്വസ്റ്റ്യനിൽ? വേജസും കാരേജും ആണ്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പ്രകാരം വേജസും അതുപോലെ തന്നെ കാരേജും ആണ്. വേജസിന്റെ തുക എത്രയാണ്? 50,000 ആണ്. കാരേജിന്റെ തുക എത്രയാണ്? കാരേജ് ഇൻവേർഡിന്റെ 10,000 ആണ്. അപ്പോ വേജസിന്റെയും കാരേജ് ഇൻവേർഡിന്റെയും തുക കൂട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ തുക കിട്ടും. 50,000 അതുപോലെ തന്നെ 10,000 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 60,000 എന്ന് കിട്ടും. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ടോട്ടൽ നമ്മൾ കണ്ടെത്തി. ഇനി അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്തണം. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്തണം. ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് ഓൺ 31 ഡിസംബർ 2017, 31 ഡിസംബർ 2017 സ്റ്റോക്ക് 80,000. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ്? 80,000 ആണ്, 80,000 ആണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള എല്ലാം നമ്മൾ കണ്ടെത്തി. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി, നെറ്റ് പർച്ചേസ് ആയി, ഡയറക്റ്റ് എക്സ്പെൻസ് ആയി, ക്ലോസിംഗ് സ്റ്റോക്ക് ആയി. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നേരിട്ട് കണ്ടെത്തിക്കൂടെ? നമ്മൾ ഇക്വേഷൻ എഴുതും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ്? 60,000 പ്ലസ് നെറ്റ് പർച്ചേസ് നമ്മൾ കണ്ടെത്തി 2,98,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ കണ്ടെത്തി 60,000. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിന്ന് എന്ത് ലെസ് ചെയ്യണം? ഇതിന്ന് എന്ത് കുറയ്ക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ്? 80,000, 80,000. 80,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ ആദ്യം 60,000, 2,98,000, അതുപോലെ തന്നെ 6,000 അല്ല 60,000. 60,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയ 60,000, നെറ്റ് പർച്ചേസ് ആയ 2,98,000, ഡയറക്റ്റ് എക്സ്പെൻസ് ആയ 60,000 കൂട്ടും. എന്നിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 80,000 നമ്മൾ കുറയ്ക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3,38,000 എന്ന് കിട്ടും. 3,33,800, 3,38,000. ഇതെന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അഥവാ COGS. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമുക്ക് COGS എന്ന് ഷോർട്ട് ആക്കി വിളിക്കാം. COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,38,000 എന്ന് കിട്ടി. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ക്വസ്റ്റ്യനിൽ പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ പറഞ്ഞിട്ട് അതിന് ശേഷം എന്താ കണ്ടെത്തേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തണം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തണം. എങ്ങനെയാ ഗ്രോസ് പ്രോഫിറ്റ് കാണുക? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, COGS. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷന് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. ക്വസ്റ്റ്യനില് നമുക്ക് നെറ്റ് സെയിൽസ് കൊടുത്തിട്ടില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടെത്തി 3,38,000. നെറ്റ് സെയിൽസ് കണ്ടെത്തണം. നെറ്റ് പർച്ചേസ് കണ്ടെത്തിയ പോലെ തന്നെയാണ് നെറ്റ് സെയിൽസും കണ്ടെത്തുക. എങ്ങനെ നെറ്റ് സെയിൽസ് കണ്ടെത്തുക? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 4 lakh, 4 ലക്ഷം. 4 ലക്ഷത്തിൽ നിന്ന് സെയിൽസ് റിട്ടേണിന്റെ തുക ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 3,000, 3,000. 4 ലക്ഷത്തിൽ നിന്ന് 3,000 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4 ലക്ഷത്തിൽ നിന്ന് 3,000 മൈനസ് ചെയ്താൽ 3,97,000 എന്ന് കിട്ടും. 3,97,000, 3,97,000. നെറ്റ് സെയിൽസ് കിട്ടി 3,97,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ നേരത്തെ കണ്ടെത്തി 3,38,000. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തി കൂടെ നേരെ
ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നെറ്റ് സെയിൽസ് നമുക്ക് ഇപ്പൊ കിട്ടി എത്രയാണ്? 3,97,000. അതിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ടെത്തിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ തുക മൈനസ് ചെയ്യാം. 3,38,000. അങ്ങനെ 3,97,000 3,97,000 നമുക്ക് കിട്ടിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 3,38,000 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. 3,97,000 3,38,000 കുറച്ചാൽ നമുക്ക് 59,000 എന്ന് കിട്ടും. 59,000 59,000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്ററുമായി അനുബന്ധിച്ച് കൂടുതൽ ചോദിക്കാറുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെറ്റ് പർച്ചേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. നെറ്റ് പർച്ചേസ് നമ്മൾ കണ്ടെത്തി. നെറ്റ് പർച്ചേസ് കാണാൻ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്നാണ്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടെത്തി. ഈ ക്വസ്റ്റ്യനിൽ 2 പർച്ചേസ് ഒഴികെ 2 ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, വേജസും കാരേജ് ഇൻവേർഡും. അങ്ങനെ അത് 2 കൂട്ടിയപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടി. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷനിക്ക് ആവശ്യമായ എല്ലാം കിട്ടിയപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തി. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 3,38,000 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തി. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നെറ്റ് സെയിൽസ് ക്വസ്റ്റ്യനിൽ നേരിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നെറ്റ് സെയിൽസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസിന് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ആ നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി കണ്ടെത്തിയതാണ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നെറ്റ് സെയിൽസ് 3,97,000 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,38,000 ആണ്. 3,97,000 3,38,000 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 59,000 59,000 എന്ന് കിട്ടി. അപ്പൊ ഇത്രയും ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2016 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സെയിൽസ് ഓഫ് മിസ്റ്റർ ബിനീഷ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ഹിം ഫോർ ദ ഇയർ എൻഡിങ് 31st March 2013. ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബിസിനസിന്റെ സെയിൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റോ ഒന്നുമല്ല നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. സെയിൽസ് കണ്ടെത്താനാണ്, സെയിൽസിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസിന്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു, സെയിൽസിന്റെ മൂല്യം തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളോട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ അതിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് സെയിൽസ് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് 2 രീതിയിൽ കണ്ടെത്താവുന്നതാണ്. ഒന്ന്, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് സെയിൽസിന്റെ മൂല്യം കണ്ടെത്താം. 2, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെയിൽസിന്റെ മൂല്യം കണ്ടെത്താവുന്നതാണ്. അപ്പോ നമുക്ക് ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ നേരത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താന്ന് പഠിച്ചു. ഇനി ഇക്വേഷൻ ഉപയോഗിക്കാതെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചുകൊണ്ട് എങ്ങനെയാണ് സെയിൽസ് കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസ് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ 31/3/2013 ബിനീഷിന്റെ കുറച്ച് ഇൻഫർമേഷൻ, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ സെയിൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ₹5,000, ക്ലോസിംഗ് സ്റ്റോക്ക് 5,000 ആണ്. കാരേജ് ഔട്ട്വേർഡ് ₹100, 100 രൂപയാണ് കാരേജ് ഔട്ട്വേർഡ്. പർച്ചേസ് ₹12,500, പർച്ചേസ് 12,500 ആണ്. റിട്ടേൺ ഔട്ട്വേർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ 100 രൂപയാണ്. വേജസ് ₹1,000, വേജസ് 1000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ₹2,500, ഓപ്പണിംഗ് സ്റ്റോക്ക് 2,500 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 10,000 ആണ്, 10,000 ആണ്. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് സെയിൽസ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യന്റെ സെയിൽസ് നമുക്ക് 2 രീതിയിൽ കണ്ടെത്താം. ഒന്ന്, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് സെയിൽസ് കണ്ടെത്താം. അതുപോലെ തന്നെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും സെയിൽസ് കണ്ടെത്താവുന്നതാണ്.
നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടും എങ്ങനെയാണ് ഈ സെയിൽസിന്റെ വാല്യൂ കണ്ടെത്തുക എന്ന് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഉപയോഗിക്കാതെ, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്തല്ലോ, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൊണ്ട് കണ്ടെത്താൻ നമ്മൾ പഠിച്ചല്ലോ. ഇനി ഇക്വേഷൻ ഉപയോഗിക്കാതെ എങ്ങനെയാണ് സെയിൽസ് കണ്ടെത്തുക, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് എങ്ങനെയാണ് സെയിൽസ് കണ്ടെത്തുക, സെയിൽസിന്റെ മൂല്യം എങ്ങനെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് സെയിൽസിന്റെ മൂല്യം കണ്ടെത്തുക എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഹെഡിങ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ കാണിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡയറക്റ്റ് ഇൻകം കാണിക്കും. ഈ ക്വസ്റ്റ്യൻ ആദ്യം കൊടുത്തിട്ടുള്ളത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യല്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യല്. 5000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് കാണിച്ചിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കല്. അപ്പൊ സെയിൽസ് കണ്ടെത്താനുള്ള ഒരു സ്പേസ് നമ്മൾ ഇവിടെ വിട്ടുകൊടുക്കണം. സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിൽസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ, ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ്? 5000. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. സെയിൽസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ തൊട്ട് മുകളിലായിട്ടാണ് സെയിൽസ് നമ്മൾ എപ്പോഴും എഴുതാറുള്ളത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത്? കാരേജ് ഔട്ട്വേർഡ്. കാരേജ് ഔട്ട്വേർഡ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യോ? ഇല്ല. കാരേജ് ഔട്ട്വേർഡ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കാരേജ് ഔട്ട്വേർഡ് കൊടുത്തിട്ടുള്ളത്. കാരേജ് ഔട്ട്വേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിലല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന റേറ്റ് ആണ്. പിന്നെ പർച്ചേസ് വരുന്നുണ്ട്, പർച്ചേസ് റിട്ടേൺ വരുന്നുണ്ട്, വേജസ് വരുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നതിന്റെ മുന്നേ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുന്ന എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗ് അക്കൗണ്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിലാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 2500. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ കാണിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പർച്ചേസ് കാണിക്കാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പർച്ചേസിന്റെ വാല്യൂ നമ്മൾ നേരിട്ട് എമൗണ്ട് കോളത്തേക്ക് എഴുതരുത്. കാരണം പർച്ചേസ് റിട്ടേൺ ഉണ്ട്. പർച്ചേസിന്റെ വാല്യൂ നമ്മൾ ഇന്നർ എമൗണ്ട് കോളത്തിൽ, പർട്ടിക്കുലർ കോളത്തിൽ എഴുതുക. 12500. അതിൽ നിന്നും എന്ത് ലെസ് ചെയ്യണം? റിട്ടേൺ ഔട്ട്വേർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ നമ്മൾ മൈനസ് ചെയ്യണം. റിട്ടേൺ ഔട്ട്വേർഡ് അഥവാ പർച്ചേസ് റിട്ടേണിന്റെ വാല്യൂ എത്രയാണ്? 100 ആണ്. അതായത് 12500 നിന്നും 100 കുറച്ചാൽ നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടും. നെറ്റ് പർച്ചേസിന്റെ തുകയാണ് എമൗണ്ട് കോളത്തേക്ക് എഴുതേണ്ടത്. 12500 100 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 12400 എന്ന് കിട്ടും. 12400. 12400. അപ്പൊ പർച്ചേസ് എന്ന് പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം വരുന്നത് എന്താണ്? കാരേജ് ഔട്ട്വേർഡ് റെക്കോർഡ് ചെയ്യില്ല. കാരേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. പിന്നെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? വേജസ് ആണ്. വേജസ് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എഴുതും. വേജസ് എന്ന് പറഞ്ഞിട്ട് എഴുതും. വേജസിന്റെ തുക എത്രയാണ്? 1000 ആണ് അല്ലെ. 1000 രൂപയാണ് വേജസിന്റെ തുക. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എവിടെ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ എഴുതുക. ഗ്രോസ് പ്രോഫിറ്റിന്റെ തുക എത്രയാണ്? 10,000. 10,000 ആണ്. അത് നമ്മൾ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സെയിൽസിന്റെ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള തുകകളൊക്കെ കൂട്ടുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 2500 ഉണ്ട്, 12400 ഉണ്ട്, 1000 ഉണ്ട്, 10000 ഉണ്ട്. അങ്ങനെ അത് കൂട്ടുമ്പോൾ നമുക്ക് 25,900 എന്ന് കിട്ടും. 25,900. 25,900 എന്ന് കിട്ടും. ഇനി സെയിൽസിന്റെ തുക എങ്ങനെ കണ്ടെത്തുക? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് 25,900 എന്ന് കിട്ടി. 25,900 എന്ന് കിട്ടി. സെയിൽസിന്റെ തുക എങ്ങനെ കണ്ടെത്തുക? സെയിൽസിന്റെ തുക കണ്ടെത്താൻ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലായ 25,900 നിന്ന് 5000 കുറച്ചാൽ മതി. ക്ലോസിംഗ് സ്റ്റോക്ക് 5000 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് സെയിൽസിന്റെ തുക കിട്ടും. സെയിൽസിന്റെ തുക കണ്ടെത്താൻ
ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലായ 25,900 നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആയ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 5,000 കുറച്ചാൽ മതി. 25,900 നിന്ന് 5,000 കുറച്ചാൽ നമുക്ക് 20,900 കിട്ടും. 20,900 20,900 അതാണ് സെയിൽസിന്റെ തുക. 20,900 സെയിൽസിന്റെ നമ്മൾ കണ്ടെത്തി. ബാലൻസ് ഫിഗർ ചെയ്തിട്ടാണ് നമ്മൾ സെയിൽസിന്റെ തുക കണ്ടെത്തിയത്. ബാലൻസ് ചെയ്തു. ഏതൊക്കെ ബാലൻസ് ചെയ്തു? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലായ 25,900 നിന്ന് നമ്മൾ 5,000 ബാലൻസ് ചെയ്തു. അപ്പോൾ നമുക്ക് സെയിൽസിന്റെ തുക 20,900 കിട്ടും. ഇപ്പോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എത്ര ആയിട്ടുണ്ടാവും? 5,000 20,900 25,900 ഇപ്പൊ എന്തായി? ക്രെഡിറ്റ് സൈഡിലുമായി. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചിട്ട് സെയിൽസിന്റെ തുക കണ്ടെത്തേണ്ടത്. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഫോർമാറ്റ് വരയ്ക്കാതെ ഇങ്ങനെയും അല്ലാതെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സെയിൽസിന്റെ തുക കണ്ടെത്താൻ കേട്ടോ. സെയിൽസിന്റെ തുക ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുകയാണെങ്കിൽ സെയിൽസിന്റെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസിന്റെ തുക കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് വരച്ചിട്ട് ഞാനിപ്പോൾ ചെയ്തതുപോലെ ഡിഫറൻസ് കണ്ടെത്തിയിട്ട് സെയിൽസിന്റെ തുക നമുക്ക് കണ്ടെത്താം. അപ്പൊ എങ്ങനെ ചെയ്താലും ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.